ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചന സാലഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ സാലഡ്. അപ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ചന സാലഡ് ഉണ്ടാക്കാൻ ചന എന്തായാലും വേണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചന വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ വെജിറ്റബിൾസും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ബൗളിലോട്ടാണ് എല്ലാം മിക്സ് ചെയ്യാൻ പോകുന്നത്, ഈ ഗ്ലാസ് ബൗളിലോട്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ബൗളിലോട്ട് ഞാൻ ആദ്യം നമ്മുടെ കടല, വേവിച്ച് വെച്ച കടല, വെള്ളക്കടല, അതായത് ചണ ആണ് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 8 hours വെള്ളത്തിൽ കുതിർത്ത്, ഒരു കപ്പ് കടല 8 hours വെള്ളത്തിൽ കുതിർത്ത്, പിന്നീട് പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 7-8 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തതാണ്. ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ വേവിച്ച് വെച്ച കടല നമ്മുടെ പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ആ വെള്ളം മാറ്റിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഈ വെള്ളം ഇനി നമുക്ക് യൂസ് ചെയ്യാം, ചപ്പാത്തി ഒഴിക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കളയണ്ട വെള്ളം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മുടെ കടല മാത്രം നമ്മുടെ ബൗളിലോട്ടാക്കി കൊടുത്തു. അതിലോട്ട് കുറച്ചൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ഫ്രഷായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലോട്ട് ഒരു നുള്ള ഉപ്പ്. ഞാൻ ഓൾറെഡി കടല വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി സാലഡെല്ലാം മിക്സ് ചെയ്യണമല്ലോ, അതായത് സാലഡ് ആക്കണമല്ലോ. അതിൽ നമുക്ക് ഇനി ടൊമാറ്റോ, സവാള, ക്യാരറ്റ്, കുക്കുംബർ എല്ലാം നമുക്ക് അതിലൊക്കെ മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് ഇളക്കുക, ടോസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് തുടങ്ങാം. ഞാൻ ആദ്യം ഇവിടെ ക്യാരറ്റാണ് എടുത്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി കഴുകി തൊലിയെല്ലാം കളഞ്ഞ്, അതായത് തൊലിയെല്ലാം പീൽ ചെയ്ത് വെച്ചതാണ്. ഒരു വളരെ കുഞ്ഞ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ട് വളരെ കുഞ്ഞായാണ് അരിയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സാധാരണ ഗ്രേറ്ററിൽ വഴി ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ എനിക്ക് കടിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വളരെ കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്യാൻ പോവുകയാണ്, കട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു ക്യാരറ്റേ എടുത്തിട്ടുള്ളൂ. പറഞ്ഞു ഇത് ഭയങ്കര പ്രോട്ടീൻ പാക്ഡ് സാലഡാണ്. നമുക്ക് ഭയങ്കര ഫുള്ളാവും വയറ്, കാരണം കടലയാണ്. അപ്പോൾ ഇത് കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് വളരെ ഫുള്ളാവും. അതുകൊണ്ട് ഇത് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കുക്കുംബർ കട്ട് ചെയ്യാം. കുക്കുംബറും ഞാനിവിടെ കഴുകി, ഇത് സാലഡ് കുക്കുംബറാണ്. അപ്പോൾ അതും തൊലിയെല്ലാം കളഞ്ഞ് വെച്ചതാണ്. തൊലി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, തൊലിയോടുകൂടെ കട്ട് ചെയ്യാം. അത് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതും നമുക്ക് വേണമെങ്കിൽ ഗ്രേറ്ററിൽ വഴി ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ കുക്കുംബർ എപ്പോഴും കട്ട് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത്. അതേമാതിരി നമ്മൾ ക്യാരറ്റ് അരിഞ്ഞ മാതിരി തന്നെ വളരെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് സവാള. ഒരു വലിയ സവാളയുടെ ഒരു 1/4 ഭാഗം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇനി നമുക്ക് സ്ലൈസ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ കുക്കുംബറെല്ലാം നമ്മുടെ ബൗളിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞ പോലെ സവാള അതേമാതിരി വളരെ കുഞ്ഞായിട്ട് അരിയുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ പെപ്പർ പൗഡറാണ് എരിവിന് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് വളരെ കുഞ്ഞായി അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിതിലോട്ട് പച്ചമുളകിൻ്റെ ടേസ്റ്റ് കടിക്കാൻ വരുന്നത് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് സാലഡെല്ലാം മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനി പെപ്പർ പൗഡർ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സിങ്ങാണ്. ഞാൻ അവസാനം ഇതിലൊക്കെ മിക്സ് ചെയ്യുന്നത് കുറച്ച് നാരങ്ങ നീരം മാത്രമേ ഇതിലോട്ട് മിക്സ് ചെയ്യുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സിങ്ങേ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുള്ളൂ. വേണമെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ചാട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ക്യുമിൻ പൗഡർ ആഡ് ചെയ്യാം. അപ്പോൾ അത് നോക്കാം. നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ എന്തായാലും സവാള സ്ലൈസ് ചെയ്തു, വളരെ കുഞ്ഞായി ചോപ്പ് ചെയ്തു. അത് നമ്മുടെ ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതെല്ലാം
ടോസ് ചെയ്തെടുക്കേണ്ടതാണ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത ശേഷം. ഇനി നമുക്ക് വേണ്ടത് തക്കാളി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറി ടൊമാറ്റോസ് ആണ്. അതായത് ഇങ്ങനെ ഇരിക്കും കാണാൻ, വളരെ കുഞ്ഞു കുഞ്ഞാണ്. ഇത് നമ്മുടെ സാധാരണ തക്കാളിയെക്കാട്ടിലും കുറച്ച് ഡിഫറെൻ്റ് ആണ് ടേസ്റ്റ്. ഇതിന് കുറച്ചുകൂടെ സ്വീറ്റ്നെസ് കൂടുതലാണ്, കുറച്ചുകൂടെ മധുരമുണ്ട്. ഇവിടെ സാധാരണ തക്കാളിക്ക് പുളിപ്പാണ് കൂടുതൽ നിൽക്കുന്നത്, പക്ഷേ ഇതിന് കുറച്ച് സ്വീറ്റ്നെസ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സാധാരണ തക്കാളി, ഒരു കുഞ്ഞ് തക്കാളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ചെറി ടൊമാറ്റോ ഏകദേശം ഒരു 5-6 എടുത്തിട്ടുണ്ട്. അത് അതേമാതിരി ഞാൻ വളരെ ചെറുതാക്കി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബൗളിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കട്ട് ചെയ്യണമൊന്നും ഞാൻ വലുതായിട്ട് കാണിച്ചിട്ടില്ല, വെറുതെ കട്ട് ചെയ്യണ കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വളരെ ഈസി സാലഡാണ് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇതിലോട്ട് അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് മല്ലിയില, ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഡിഷസിന് എപ്പോഴും ഗ്രീൻസ് ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതേമാതിരി പുതിന ഉണ്ടെങ്കിൽ പുതിന ആഡ് ചെയ്താൽ കൊടുക്കാം. അപ്പോൾ അത് വേറൊരു ഫ്ലേവർ തരും. അപ്പോൾ ഞാൻ മല്ലിയില മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മല്ലിയില കട്ടി വളരെ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞിട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ക്രഞ്ച് ഇഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് നമ്മുടെ വെളുത്ത എള്ള, സെസ്മി സീഡ്, വൈറ്റ് സെസ്മി സീഡ്സ് ഞാൻ നമ്മുടെ ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണയില്ലാതെ ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറാവുന്നവരെ ഒന്ന് ടോസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഒന്നുകൂടെ പറയാം, ഞാൻ വെളുത്ത എള്ള എടുത്തിട്ട്, കറുത്ത എള്ളല്ല വെളുത്ത എള്ള എടുത്തിട്ട് നമ്മുടെ പാൻ ചൂടാക്കാൻ വയ്ക്കുക. എണ്ണ ഇല്ലാതെ ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറാവുന്നവരെ ഒന്ന് ടോസ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല മണം വരും. അപ്പോൾ ആ സമയം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സാലഡിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു നട്ടി ഫ്ലേവറോ ചെറിയൊരു ക്രഞ്ചി ഇഫക്റ്റ് എല്ലാം വരും ഇത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സെസ്മി സീഡ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സാലഡാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ് ഇതിൽ ആ ഒരു സെസ്മി സീഡ്സിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ മിക്സിംഗ് എല്ലാം റെഡിയായി. ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സിങ്ങാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഞാനൊരു കുറച്ച് നാരങ്ങ സ്ലൈസ് ചെയ്തിട്ട് അതിലോട്ട് മേലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് ടോസ് ചെയ്തെടുക്കണം. ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കണം, പോരെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മതിയായിരിക്കും, കറക്റ്റ് ആയിരിക്കും, കാരണം നമ്മൾ കടല ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചത്. ഞാൻ ഇതിലോട്ട് എക്സ്ട്രാ കുറച്ചുകൂടെ ഒരു 1/4 ടീസ്പൂൺ കൂടെ ഫ്രഷായിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായി ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കാം. എല്ലാം ലെമൺ ജ്യൂസ് എല്ലാം അവിടേക്ക് ആവട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഇതിലേക്ക് കുറച്ച് ജീരകപ്പൊടി ഇടാം, ചാറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം. എനിക്ക് വളരെ സിമ്പിൾ ആൻഡ് പ്ലെയിൻ സാലഡാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ഞാൻ സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ വെള്ളം കളയണ്ട, വെള്ളം നമുക്ക് ചപ്പാത്തി ഒഴിക്കാനൊക്കെ യൂസ് ചെയ്യാം, വേറെ കറികൾക്കെല്ലാം യൂസ് ചെയ്യാം, നമ്മൾ കടല വേവിച്ച് വെച്ച വെള്ളം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാലഡ്. ഒന്ന് ടേസ്റ്റ് ചെയ്യുക, എല്ലാം കറക്റ്റാണ് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് ഇനി ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാലഡ് റെഡിയായി. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.